ഉസ്താദിന്റെ എന്തെല്ലാം മായജാലങ്ങൾ ഇവിടെ വന്ന മുതൽ തന്നെ ഞാൻ അത് നോക്കൂല. ഏതായാലും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നോളജ് സിറ്റി ഞാൻ സാധാരണ പറയാറുണ്ട്, ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഈ സ്ഥലത്ത് ഈ സിറ്റി ഉയർന്നു വന്നാലുണ്ടാകാവുന്ന സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും ഉത്സാഹമായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിലും ഭംഗിയിലും ഇതിന്റെ പണി തീരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ സാധാരണ പറയാറുണ്ട്, ഇതുപോലെ ഒരു കാര്യം ഇന്ന് മലബാറിൽ ചെയ്യാൻ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഞാൻ ഉൾക്കൊള്ളുന്ന ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല. അത്രയും വലിയൊരു സ്ഥാപനമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇത് വാസ്തവത്തിൽ ഒരു ഗവൺമെന്റിന് പോലും ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത്രയും വലിയ കാര്യമാണ്. എനിക്ക് ഉസ്താദിനോട് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ നല്ല മഴയായിരുന്നു കേരളത്തിൽ. ഈ കർക്കിടക മാസത്തിൽ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ഇത്ര മാത്രം മഴ കിട്ടിയിട്ടില്ല. പക്ഷെ 2 ദിവസം മഴ അദ്ദേഹം നിർത്തി എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, മഴ നമുക്ക് ആവശ്യമാണ്. മഴയെ കൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി കേരളത്തിൽ ഞാനായിരിക്കും. അതുപോലെ ഇത് നിർത്താൻ ചെയ്ത പോലെയുള്ള എന്തെങ്കിലും മായാജാലം മഴ തുടങ്ങാനും ചെയ്യണേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതിനെല്ലാമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഏതായാലും ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇത് ഒരു വലിയ മഹാസംഭവമായി ഞാൻ കാണുന്നു. എല്ലാവരുടെയും സഹായം ഇതിനുണ്ടാകും, എല്ലാവരും സഹായിക്കുന്നു എന്ന് കാണുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ മഹൽ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ മാതൃകയായ പ്രസ്ഥാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനെല്ലാ വിധത്തിലുള്ള വിജയം ഞാൻ ആശംസിക്കുന്നു. ഞാൻ എന്തിനാണ് ശിലാസ്ഥാപനം നടത്തിയതെന്ന് എനിക്കറിയില്ല. എന്റെ കൈ ചലിക്കാൻ ഉസ്താദ് പറഞ്ഞു, ഞാൻ കൈ ചലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ നല്ലൊരു സ്ഥാപനം, നമുക്ക് മാതൃകയായിട്ടുള്ള സ്ഥാപനം, വിദേശങ്ങളിൽ നിന്ന് പോലും കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറും. അക്കാര്യത്തിൽ സംശയമില്ല. ഒന്നേ ഞാൻ പറയാറുള്ളൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാത്തത് നമ്മളെയൊക്കെ ഭാഗ്യമാണ് എന്ന് കണക്കാക്കിയാൽ മതി. കാരണം ഗവൺമെന്റിന് കഴിയാത്തതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, അദ്ദേഹത്തിന് ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ നമ്മെ സഹായിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.